ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ. അപ്പോൾ അതേ രാവിലെ തന്നെ എണീറ്റു പെട്ടെന്ന് തന്നെ അടുക്കളയ്ക്ക് വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇന്നലെ വിരുന്നുകാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ബീഫ് കറി കുറച്ച് ബാക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ ആ ബീഫ് കറി ഇന്ന് പത്തിരിയിൽ ആക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്തിട്ട് അത് കുറച്ച് ലോങ് വീഡിയോ ആണ്. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ സമയം പിടിക്കും. അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് തീർക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇതാണ് കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ മദ്രസയിൽ പോയി. ഇനി ഇക്ക പോകുമ്പോഴേക്ക് പത്തിരി ആകണം. അതാണ് പെട്ടെന്ന് തന്നെ ഞാൻ അടുക്കളയ്ക്ക് വന്നതും. ഇവിടെ എല്ലാവർക്കും ഇഷ്ടം പത്തിരിയും ചപ്പാത്തിയൊക്കെ കേട്ടോ. പക്ഷേ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നിന്നിട്ടുള്ള പണിയല്ലേ. അപ്പോൾ ഒരേ സമയം നിൽക്കുമ്പോൾ എൻ്റെ രണ്ട് കാലിലും വെരിക്കോസിനാണ്. അപ്പോൾ നല്ല കടച്ചിലുണ്ടാവും. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ പണികളൊക്കെ ഒന്ന് വിട്ട് നിൽക്കല കേട്ടോ. അപ്പോൾ ഇന്ന് ബീഫ് കറി ഉണ്ടായപ്പോൾ എനിക്ക് തന്നെ ഒരു ആഗ്രഹം കേട്ടോ. പിന്നെ മക്കളാരും ഉണ്ടാക്കാനൊന്നും പറയില്ല, ഉണ്ടാക്കാനൊന്നും പറയില്ല. അവർക്കുണ്ടാവില്ല ആഗ്രഹങ്ങളൊക്കെ. പത്തിരിയൊന്നും എപ്പോഴും ഉണ്ടാക്കാറില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതേ പത്തിരിക്കുള്ള പൊടിയൊക്കെ വാട്ടിയിട്ട് ചെറിയ ചെറിയ ബൗൾസ് ആക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സമയമുള്ളവരൊക്കെ ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാത്തതിനെ കാണാൻ ശ്രമിക്കണേ. അങ്ങനെ ഓരോന്നും ചെറിയ ചെറിയ ബൗൾസുകളാക്കി എടുത്ത് പത്തിരി ചെറുതാക്കി പരത്തി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ബ്രഷിൽ അതൊക്കെ ഒന്ന് പരത്തിയെടുത്തു. ബ്രഷുമ്മേ തന്നെ വെച്ചിട്ട് പരത്തിയാലും മതി കേട്ടോ. പക്ഷേ എനിക്ക് പത്തിരി ഉണ്ടാക്കുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അതിൻ്റേതായ രീതിയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് തന്നെ പത്തിരിൻ്റെ വലിപ്പത്തിലൊന്ന് പരത്തിയെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മെയിൻ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇക്ക പോകുമ്പോഴേക്ക് ആകണം. ഇക്ക 7:30 ആകുമ്പോൾ പോവും. അപ്പോഴേക്ക് കടി ആവും വേണം. കുറച്ചെങ്കിലും ഇക്കാക്കുള്ള ആദ്യം തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വേറെയുള്ള കടികളൊക്കെ ആണെങ്കിൽ പെട്ടെന്നാവില്ലേ. ഇതാകുമ്പോൾ കുറച്ച് സമയം പിടിക്കൂലേ. അപ്പോൾ പിന്നെ എപ്പോഴും ഇല്ലല്ലോ, എപ്പോഴെങ്കിലുമൊക്കെ ഉള്ള പത്തിരിയും ചപ്പാത്തിയെന്ന് വിചാരിച്ചുകൊണ്ട് പിന്നെ അതൊക്കെ ഒന്ന് പരത്തി എടുക്കാൻ നിന്നു കേട്ടോ. ഇത് കഴിയുമ്പോഴേക്കും എൻ്റെ കാലം ആകെ കടഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് നേരം കടന്ന് റെസ്റ്റ് എടുക്കും. അപ്പോൾ പിന്നെ കുറേയൊക്കെ ഒന്ന് സുഖമാവും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പത്തിരിയും ചപ്പാത്തിയും ഒന്ന് ബേക്കിലോട്ട് ആക്കിയിട്ടുള്ളത്. അപ്പോഴേക്കും ഇതേ കുറച്ചൊക്കെ ആയിട്ടാണ് ഇക്കാക്കുള്ളതൊക്കെ ആയിട്ടാണ്. അതിന് പിന്നെ ബാക്കിയുള്ളത് അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് അതവിടെ ഇട്ടുകൊണ്ട് പിന്നെ ഇക്കാക്കുള്ളത് ചുടാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ബാക്കിയുള്ളത് മക്കൾ വരുമ്പോഴേക്ക് ആയാൽ പോരെ. അപ്പോൾ പിന്നെ ഇക്കാക്കുള്ളതാണ്ട് ചുട്ടെടുത്തു ആദ്യം. ഞാൻ ഗ്യാസുമ്മ രണ്ടടുപ്പത്തും കൂടി ആയിട്ടോ വെച്ചത്. പിന്നെ പത്തിരിക്കല്ലുണ്ട് എൻ്റെ അടുത്ത്, അത് ഭയങ്കര കനാണ് കേട്ടോ. പിന്നെ ഞാൻ അത് എടുക്കാറില്ല. പിന്നെ കറി ഒന്ന് ചൂടാക്കി എടുത്തു. പിന്നെ ഇക്കാക്കുള്ള അത്യാവശ്യത്തിനുള്ളതൊന്ന് ചുട്ടെടുത്തു കേട്ടോ ആദ്യം. ഞാൻ പിന്നെ മക്കൾ വന്നിട്ട് കേട്ടോ ചായ കുടിക്കാറുള്ളൂ. അവർ വരുന്നതിൻ്റെ മുന്നേ കുടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ ഇക്കാക്കുള്ളതൊക്കെ റെഡിയാക്കി വെച്ച് കൊടുത്തു. അതിന് ശേഷം വീണ്ടും ബാക്കിയുള്ള പത്തിരിയൊക്കെ ഒന്ന് പരത്തി എടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഇതേ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇക്ക റെഡി ആയിട്ടാണ്. അങ്ങനെ ഇക്ക ചായ കുടിക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള പത്തിരിയൊക്കെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ആക്കി എടുത്തു. പിന്നെ ബാക്കിയുള്ള പത്തിരിയും കൂടി ഒന്ന് ചുട്ടെടുത്തു കേട്ടോ. എന്നാൽ പിന്നെ ആ സ്പോട്ടിൽ തന്നെ ഗ്യാസ് സ്റ്റൗ ഒക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു. ഒരു വീടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം പണികളല്ലേ. എന്നും തന്നെ പണി. തുടക്കുക, അടിക്കുക, പാത്രം കഴുകുക തന്നെ എന്നും തന്നെ പണി. അങ്ങനെ പത്തിരിപ്പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടാണ്. മുറ്റൊന്ന് അടിച്ച് വാരി ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചിട്ട് മുറ്റൊന്ന് അടിച്ച് വാരാണേ. അപ്പോൾ എന്നും മുറ്റടിച്ച് വരുമ്പോൾ നമ്മളെ പൂച്ച ഇവിടെ ഉണ്ടാവാറുണ്ട് കേട്ടോ. എന്നെന്തേന്നാവും അവനെ കാണുന്നില്ല. ഞാൻ കുറേ നോക്കിയിട്ട് ആദ്യം ഇന്ന് മുറ്റത്ത് കച്ചറ കുറവാണ് കേട്ടോ. ഷീറ്റ് ഇട്ടതാണ് എന്നുണ്ടെങ്കിലും ചില ദിവസം നല്ലോണം കച്ചറൊക്കെ ഉണ്ടാവും. ഇന്ന് കച്ചറ കുറവാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളൊക്കെ ചായ കുടിച്ചിട്ട് പോയിട്ടോ. ഞാൻ ഇക്ക പോകണതിൻ്റെ മുന്നേ അടിച്ച് വരും മുറ്റം. അല്ലാന്നുണ്ടെങ്കിൽ പോയി കഴിഞ്ഞതിന് ശേഷം കേട്ടോ അടിച്ച് വരാറ്. പിന്നെ മുറ്റടിച്ച് വാരി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെറുത്തരത്തിൻ്റെ തിണ്ടുണ്ടല്ലോ അതൊന്ന് തുടച്ചെടുത്തു. അപ്പോൾ നല്ലോണം പൊടിയുണ്ട് കേട്ടോ. പിന്നെ ആരെങ്കിലുമൊക്കെ ഇവിടെ വന്നിരിക്കും, അതാണ് ഇവിടെ ഇങ്ങനെ തുടക്കണതേ. അപ്പോഴേക്കും ഇതേ നമ്മളെ മക്കൾ മദ്രസ ഇട്ട് ചായ കുടിക്കാൻ റെഡി ആയിട്ടോ. പത്തിരി ആയതുകൊണ്ട് അവർക്ക് നല്ല സന്തോഷം കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ചായ കുടിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.